ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വിഭാഗമായ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ രഹസ്യ വിവരങ്ങൾ ഡാർക്ക് വെബ് എന്ന സൈബർ അധോലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഡാർക്ക് വെബിൽ ഈ വിവരങ്ങൾ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു എന്ന പരസ്യം കഴിഞ്ഞ 2 ആഴ്ചയായി തുടരുന്നുവെന്ന് ഒരു സ്വകാര്യ ഏജൻസി റിപ്പോർട്ട് ചെയ്തത്. സൈബർ അധോലോകമായ ഡാർക്ക് വെബിൽ $8000 വിൽപ്പനയ്ക്ക് വച്ചിരിക്കുകയായിരുന്നു ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ അതീവ രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ. 31 GB വരുന്ന ഫയലുകളാണ് ഇത്തരത്തിൽ വിൽപ്പനയ്ക്ക് വച്ചിരുന്നത് എന്നാണ് കണ്ടെത്തിയത്. 2 ആഴ്ചയായി ആ പരസ്യം അവിടെ തന്നെയുണ്ട്. മാത്രമല്ല ചില സാമ്പിൾ രേഖകളും ഇതിനോടൊപ്പം എല്ലാവർക്കും കാണുന്ന രീതിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് എന്നാണ്. ഈ സാമ്പിൾ രേഖകളിൽ DRDO ശാസ്ത്രജ്ഞന്മാരുടെ ഒപ്പോടുകൂടിയ രേഖകളുണ്ട് എന്നാണ് ഈ സ്വകാര്യ ഏജൻസി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. അതായത് അലിബി ഗ്ലോബൽ ത്രെഡ് ഇൻ്റലിജൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ ഗ്രൂപ്പാണ്. അതായത് ഈ ഡാർക്ക് വെബുമായി ബന്ധപ്പെട്ട നിരീക്ഷണം, അതോടൊപ്പം തന്നെ സൈബർ ഫോറൻസിക് സർവീസുകൾ, ഇതെല്ലാം സർക്കാർ ഏജൻസികൾക്കടക്കം നൽകുന്ന ഒരു സ്വകാര്യ ഗ്രൂപ്പാണ് അലിബി ഗ്ലോബൽ. ആ അലിബി ഗ്ലോബലാണ് തങ്ങളുടെ റുട്ടീൻ പരിശോധനയ്ക്കിടയിൽ ഡാർക്ക് വെബിൽ തിരയുന്നതിനിടയിൽ ഇത്തരത്തിലൊരു പരസ്യം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതെന്നും ആ പരസ്യമനുസരിച്ച് $8000 കൊടുത്താൽ ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ രഹസ്യ വിവരങ്ങൾ തരാം എന്ന പരസ്യമാണ് ഇവരുടെ ഒരു നിരീക്ഷണത്തിൽ കണ്ടെത്തിയത്. ഹാക്കർമാരാണ് ഇത്തരത്തിലുള്ള DRDOയിൽ നിന്നും വിവരങ്ങൾ ചോർത്തി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഈ പരസ്യം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരസ്യം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടയുടൻ തന്നെ ഇത് ഇൻ്റലിജൻസ് ബ്യൂറോയെ, അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ച് ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്ക് വിവരം നൽകുകയായിരുന്നു. ഇൻ്റലിജൻസ് ബ്യൂറോ ഇപ്പോൾ കൃത്യമായി ഇതിൻ്റെ സൈബർ വിദഗ്ധരുമായി ചേർന്നുകൊണ്ട് ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തി വരികയാണ്. ഈ വാർത്തയെക്കുറിച്ചുള്ള ആധികാരികത പരിശോധിച്ചു വരികയുമാണ് എന്നാണ് ഇപ്പോൾ DRDO അറിയിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് DRDO നൽകുന്ന മറുപടി ഇതാണ്. അതായത് ഈ റിപ്പോർട്ടിൻ്റെ ഓതൻറ്റിസിറ്റി, ആധികാരികതയെക്കുറിച്ച് പരിശോധിച്ചു വരികയാണ് എന്നാണ് അവരും പ്രതികരിച്ചിരിക്കുന്നത്. നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ലീക്ക് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച ആധികാരികമായ പ്രതികരണങ്ങളൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ചില വിവരങ്ങൾ ഡാർക്ക് വെബിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് ഈ പറയുന്ന തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈബർ ഫോറൻസിക് സേവനങ്ങൾ നൽകുന്ന ഈ സൈബർ ഇൻ്റലിജൻസ് സേവനങ്ങൾ നൽകുന്ന ഈ പറയുന്ന കമ്പനി, സത്യത്തിൽ അവർ പുറത്തുവിട്ടതല്ല. ഇത് ഒരു UNIയിലാണ് ഇങ്ങനെ ഒരു കമ്പനി ഇങ്ങനെ ഒരു വിവരം എടുത്തിട്ടുണ്ട്, അത് ഇൻ്റലിജൻസ് ഏജൻസി അറിയിച്ചിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുന്നത്. അത് പിന്നീട് കേരളത്തിലെ പല മാധ്യമങ്ങളും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഏതായാലും ഇൻ്റലിജൻസ് ബ്യൂറോ അത് അന്വേഷിച്ചു വരികയാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമോ എന്നറിയില്ല. പക്ഷേ അന്വേഷണം നടക്കുന്നുണ്ട്. ഞങ്ങൾ ഈ അലിബി ഗ്ലോബലുമായി ബന്ധപ്പെട്ടിരുന്നു. ആ കമ്പനി പറഞ്ഞത് ഞങ്ങൾ ആർക്കും ഇത്തരം വിവരങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. തീർച്ചയായും ഇത് കണ്ടെത്തി എന്നുള്ളത് ശരിയാണ്. അത് UNIയിൽ വന്നിട്ടുണ്ട്. പിന്നീട് അത് മറ്റ് മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് എന്നും ഇത്തരത്തിൽ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ അനുസരിച്ച് ഞങ്ങളതിനെ ഒരു ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. ഇനിയെല്ലാം അവരാണ് തീരുമാനിക്കേണ്ടത്. അവർ അതിനെക്കുറിച്ച് അന്വേഷിച്ച് തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടാണ് കമ്പനിക്കുള്ളത്. കൂടുതൽ പ്രതികരണങ്ങൾക്കില്ല എന്ന് കമ്പനി പറയുകയും ചെയ്തു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വാർത്ത പുറത്തേക്ക് വരുമ്പോഴാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ചില ഹാക്കർമാർ, തായ്ലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചില ഹാക്കർമാർ ഇന്ത്യയുടെ DRDO രഹസ്യ വിവരങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ DRDOയുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് നുഴഞ്ഞു കയറി എന്ന് അവകാശപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. അന്ന് ഇതൊരു ചെറിയ വാർത്തയായിരുന്നു. അതായത് തായ്ലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ഹാക്കർമാരുടെ ഗ്രൂപ്പുകൾ DRDOയെ ലക്ഷ്യം വെച്ചുവെന്നും അവിടേക്ക് നുഴഞ്ഞു കയറുന്നതിനും ഈ പറയുന്ന വിവരങ്ങൾ, നിർണായകമായ രഹസ്യ വിവരങ്ങൾ ചോർത്താനും തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നും അവകാശപ്പെട്ടുകൊണ്ടാണ് ഈ ഹാക്കർമാർ രംഗത്ത് വന്നത്. ഇതിനെക്കുറിച്ച് അന്വേഷണവും പരിശോധനയും ഒക്കെ നടത്തിയിരുന്നു. അന്ന് പരിശോധന നടത്തിയതിന് ശേഷം DRDOയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിൻ്റെ അന്വേഷണം നടത്തിയവർ പറഞ്ഞത് DRDOയുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിരുന്നില്ല അത്. DRDOയിലേക്ക് അങ്ങനെ ആരും നുഴഞ്ഞു കയറിയിട്ടില്ല. അവർ ഒരു തെളിവുകളായി പുറത്തുവിട്ട രേഖകൾ ഒരു IAS ഓഫീസറുടെ, ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിച്ച ഒരു IAS ഓഫീസറുടെ കമ്പ്യൂട്ടറിൽ നിന്നുള്ള വിവരങ്ങളാണ് എന്നാണ് അന്ന് കണ്ടെത്തിയത്. എന്തായാലും അന്നത്തെ വാർത്ത ഇന്നിപ്പോൾ ഈ വാർത്ത കേൾക്കുമ്പോൾ ഓർമ്മ വരികയാണ്. എന്തായാലും DRDOയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ നടക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഈ 2 വാർത്തകളും നൽകുന്നത്. എന്തുകൊണ്ടാണ് ഈ 2 വാർത്തയും പ്രധാനപ്പെട്ടതായി വരുന്നത് എന്ന് ചോദിച്ചാൽ അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തത് വളരെ പ്രധാനപ്പെട്ട കാരണമാണ്. അതായത് ഇന്ത്യ ഇപ്പോൾ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളും മറ്റ് സാമഗ്രികളുമെല്ലാം വലിയ തോതിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമല്ല. 2014 മുമ്പ്
ഇന്ത്യ അങ്ങനെ ആയിരുന്നുവെങ്കിൽ അതിനുശേഷം ഇപ്പോൾ ഇന്ത്യ അങ്ങനെയല്ല. പ്രതിരോധ ഉൽപ്പാദനത്തിലും പ്രതിരോധ കയറ്റുമതിയിലും ഇന്ത്യ വൻ നേട്ടങ്ങൾ കൈവരിച്ചു കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 10,000 കോടി ഡോളറിൻ്റെ വിറ്റുവരവ് ഈ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ ഉണ്ടായിരിക്കുന്നു. വെടിയുണ്ടകൾ മുതൽ മിസൈലുകളും യുദ്ധവിമാനങ്ങളും വരെ സമീപ ഭാവിയിൽ തന്നെ, മിസൈലുകളെല്ലാം ഇപ്പോൾ തന്നെ കയറ്റുമതി ചെയ്യുന്നുണ്ട്, സമീപ ഭാവിയിൽ തന്നെ യുദ്ധവിമാനങ്ങൾ പോലും കയറ്റുമതി ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇന്ത്യൻ പ്രതിരോധ മേഖല മാറും എന്ന സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും മെയ്ഡ് ഇൻ ഇന്ത്യ ആയുധങ്ങൾ അത് വളരെയധികം മൂർച്ചയേറിയതാണ്, കൃത്യതയുള്ളതാണ്, ശത്രുവിൻ്റെ മുകളിൽ സംഹാര താണ്ഡവമാടാൻ കഴിയുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിൻ്റെ ഡെമോ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കണ്ടതാണ്. പാകിസ്ഥാനെ കൃത്യസ്ഥലങ്ങളിലേക്ക് ആക്രമണം നടത്താനും ഒരു അണുവിട വ്യത്യാസമില്ലാതെ ആ ആക്രമണങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ പ്രത്യാക്രമണങ്ങളെല്ലാം തന്നെ നിർവീര്യമാക്കാനും ഇന്ത്യക്ക് സാധിച്ചു. ആയിരക്കണക്കിന് ഡ്രോണുകളും മിസൈലുകളുമാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അയച്ചത്. അതൊന്നും തന്നെ ലക്ഷ്യം കണ്ടില്ല. അതെല്ലാം ഇന്ത്യയുടെ ആകാശത്ത് വെച്ച് ചിന്നിച്ചിതറി. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അത്രയ്ക്ക് ശക്തമായിരുന്നു. രണ്ടാമത്തെ കാര്യം ഇന്ത്യയുടെ ആക്രമണങ്ങളാണ്. പാകിസ്ഥാന് ചൈനീസ് നിർമ്മിതമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും ഇന്ത്യ ബ്രഹ്മോസ് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ ആക്രമണം നടത്തി അവരുടെ വ്യോമതാവളങ്ങളിൽ വലിയ നാശനഷ്ടം വരുത്തി. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് മെയ്ഡ് ഇൻ ഇന്ത്യ ആയുധങ്ങളുടെ കൃത്യത, മെയ്ഡ് ഇൻ ഇന്ത്യ ആയുധങ്ങളുടെ ഒരു സംഹാര ശേഷി ഇതെല്ലാം ലോകം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ ആയുധങ്ങളുടെ വിവരങ്ങൾ ചോരുക എന്ന് പറഞ്ഞാൽ രാഷ്ട്ര സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ വിവരങ്ങൾ, അത്തരം വിവരങ്ങൾ ശത്രുക്കൾക്ക് എത്തരുത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ ഈ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിലും മെയ്ഡ് ഇൻ ഇന്ത്യ ആയുധങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളിലുമെല്ലാം DRDOയ്ക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഇന്ത്യയുടെ ഏക പ്രതിരോധ ഗവേഷണ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ ഈ ഡേറ്റ ലീക്ക് ഉണ്ടായി എന്ന് പറഞ്ഞാൽ തീർച്ചയായും എല്ലാവരെയും ഞെട്ടിക്കുന്ന കാര്യമാണ്. ഈ വാർത്ത വളരെ പ്രധാനമാകുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്നത് സർക്കാരിനെതിരെ, പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിനെതിരെ വലിയ നീക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആര് ഭരിച്ചാലും ഒരു സ്ഥിരതയുള്ള സർക്കാർ ഉണ്ടാവുക എന്നുള്ളത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. പ്രത്യേകിച്ചും വലിയ സാമ്പത്തിക മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം അതിൻ്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ തീർച്ചയായും സ്ഥിരതയുള്ള ഒരു സർക്കാർ ഉണ്ടാകണം. ആ സ്ഥിരതയുള്ള സർക്കാർ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ്. ആ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ചില നീക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ചോദ്യപേപ്പർ ലീക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വലിയ സമരം നടക്കുന്നതും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിൽ അത് കലാശിച്ചതും. അതുതന്നെ മോദി സർക്കാരിന് ചെറുതല്ലാത്ത ഡാമേജ് ഉണ്ടാക്കി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ സമയത്ത് പ്രതിരോധ രഹസ്യങ്ങൾ കൂടി ചേർന്നു. ചോദ്യപേപ്പർ മാത്രമല്ല, പ്രതിരോധ രഹസ്യങ്ങളും ഇതാ ചോരുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയാൽ, പ്രതിപക്ഷം അത് ഏറ്റെടുത്താൽ തീർച്ചയായും അത് രാജ്യത്തിൻ്റെ സ്ഥിരതയുള്ള സർക്കാരിനെ അത് ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കേന്ദ്ര സർക്കാരിനെ അത് ബാധിക്കും. BJP അത് വലിയ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല.